ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2022 ചാപ്റ്റർ 4 ഓണപരീക്ഷയ്ക്ക് 2022 ചോദിച്ച അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ദ സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ ഈസ് 2. Which of the following is the algebraic form of the statement? ഒരു എണ്ണൽ സംഖ്യയുടെയും അതിൻ്റെ വർഗത്തിൻ്റെയും തുക 2 ആകുന്നു. ഈ പ്രസ്താവനയുടെ ബീജഗണിത രൂപം ചുവടെയുള്ളവയിൽ ഏതാണ്? വാട്ട് ഈസ് ദ നമ്പർ? സംഖ്യ ഏതാണ്? 2 മാർക്കിന് 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പറിനെ സംഖ്യ നമുക്ക് തന്നിട്ടില്ല, ആ സംഖ്യനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ, എക്സിൻ്റെ സ്ക്വയർ അല്ലേ. നമ്പർ എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? എക്സ് സ്ക്വയർ. ഇതിൻ്റെ സമ്മ് എത്രയാണ്? 2. ഇങ്ങനൊരു ഇക്വേഷൻ ആ ബ്രാക്കറ്റിൽ ഇല്ലേ നോക്കിയേ. ഒന്നെങ്കിൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്നുണ്ടാവും, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നുണ്ടാവും. ഇതാ ഫസ്റ്റ് തന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 2. ഇത് ഡിഫറൻസ് ആണ്. ഇത് ഒരു സംഖ്യയുടെ സ്ക്വയറിൻ്റെ കൂടെ 2 കൂട്ടി ആ സംഖ്യ കിട്ടുന്നതാണ്. സ്ക്വയറിൽ നിന്ന് 2 കുറച്ച സംഖ്യ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തത് തന്നെയാണ് നമ്മളുടെ ആൻസർ ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. മനസ്സിലായല്ലോ? സംഖ്യയും അതിൻ്റെ സ്ക്വയറും കൂട്ടിയാൽ 2 കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി സംഖ്യ കാണണം. വാട്ട് ഈസ് ദ നമ്പർ? സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാംകൃതി സമവാക്യത്തിൽ നിന്നും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ ആദ്യം നിങ്ങൾ സ്ക്വയർ കംപ്ലീഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ, സ്ക്വയർ കംപ്ലീഷൻ ചെക്ക് ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വേഷനിലോട്ട് പോയാൽ മതി. ഓക്കെ, എന്താണ് സ്ക്വയർ കംപ്ലീഷൻ? എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള നമ്പർ 1 ആയിരിക്കണം. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കൂടെ 1 ആണ്. ഓക്കെ, ഇനി എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 1 ആണ് അല്ലേ. ഇവിടെയും 1 ആണ്. അതിൻ്റെ പകുതിയുടെ സ്ക്വയർ 1ൻ്റെ പകുതി ഹാഫാണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷനൊക്കെ വരും അല്ലേ. അതുകൊണ്ട് നമുക്കിവിടെ നേരെ തിരിച്ച് നമ്മളുടെ ഇക്വേഷൻ തന്നെ ചെയ്യാം. ഓക്കെ, ഫ്രാക്ഷൻ വരുന്നതുകൊണ്ട് ഫ്രാക്ഷൻ വന്ന് ചെയ്തു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, ആൻസർ കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷൻ വരുന്നതുകൊണ്ട് ഞാൻ ഇക്വേഷനിലോട്ട് തന്നെ മാറുകയാണ്. സോ ഈ +2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? -2 ആയി. ഇനി ഇതിൽ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന ക്വാഡ്രാറ്റിക് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെ, അപ്പോൾ a എന്ന് പറഞ്ഞാൽ 1 ആണ്. b എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ, അപ്പോൾ ബിയും എന്താണ്? 1 ആണ്. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അത് -2 ആണ്. അത് ഇതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യം മൈനസ് ഉണ്ട്, -2. ഇനി ബിയുടെ വാല്യൂ 1 ആണ്. പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, -2 4 ഇട്ടു. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, സി എന്ന് പറഞ്ഞാൽ -2 ആണ്. ഡിവൈഡഡ് ബൈ 2 × a. ഓക്കെ, ഇനി -1 ആ ബ്രാക്കറ്റിനുള്ളത് ഞാൻ ചെയ്യണ്ടോ. 1ൻ്റെ സ്ക്വയർ 1, -2 മൈനസ് ഉണ്ട് അല്ലേ. ഒരു -2 ഉണ്ട്, ഒരു -4 ഉണ്ട്. 2 മൈനസ് ഗുണിക്കുമ്പോൾ അത് പ്ലസ് ആവും. 4 × 1 4 ആണ്. 4 × 2 8 ആണ്. ദെൻ 8 + 1 ചെയ്യുക, 9 കിട്ടും. റൂട്ട് 9 എത്രയാണ് മക്കളെ? 3 ആണ്. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് 3/2. ഇനി നമ്മൾ പ്ലസ് ഓർ മൈനസ് വെച്ചാണ്ട് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ x ഈക്വൽ ടു -1 പ്ലസ് 3/2 അല്ലെങ്കിൽ -1 മൈനസ് 3/2. പ്ലസും മൈനസും സ്പ്ലിറ്റ് ചെയ്തു. -1 + 3 എത്രയാണ്? 2 ആണ് അല്ലേ. 3 - 1 2 കിട്ടും. -1 - 3 -4 കിട്ടും. ദെൻ 2/2 1, ദെൻ -4/2 -2. x ഈക്വൽ ടു ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ -2 ആയിരിക്കും. നോക്കിയേ, 1 ആണെങ്കിൽ 1 x 1 ആണ് അല്ലേ. 1 സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 1 1 കൂട്ടിയ 2 അല്ലേ. ഇനി -2 ആണെന്നുണ്ടെങ്കിലോ, -2ൻ്റെ സ്ക്വയർ 4 ആണ്. പിന്നെ -2, 4 - 2 2 അല്ലേ. കണ്ടീഷൻ ഓക്കെ ആയില്ലേ? അപ്പോൾ മനസ്സിലായില്ലേ? രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് പറഞ്ഞിട്ട് കുറച്ച് ഐഡൻറ്റിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരം പറയുമ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ദെൻ 12 ടൈംസ് ഓഫ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ ഗിവ്സ് 13. വാട്ട് ഈസ് ദ നമ്പർ? ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്നും സംഖ്യയുടെ 12 മടങ്ങ് കുറച്ചപ്പോൾ 13 കിട്ടി. സംഖ്യ ഏതാണ്?
അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തേൻ്റെ ആൻസർ നോക്കാം. എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. എന്താ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇത് തെറ്റല്ലേ അല്ലേ? എന്താ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ രണ്ടാമത് ശരിയാ അല്ലേ? എന്താ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ ഇവിടെ മൈനസ് വരേണ്ടി. അപ്പോൾ ഇത് തെറ്റാ. എന്താ എക്സ് മൈനസ് വൈ? എല്ലാം മൈനസ് ആണോ? വൈ സ്ക്വയർ പ്ലസ് ആ. അപ്പോൾ ഇതും തെറ്റാ. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ്? രണ്ടാമത്തെ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇനി എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിലോ കംപ്ലീറ്റ് പ്ലസ് ആവും. ഈ 2xy എന്താവും? പ്ലസ് ആവും കേട്ടോ. ശ്രദ്ധിക്കണേ, ഇവിടെ എക്സ് മൈനസ് വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് പ്ലസ് വൈ ആണെന്നുണ്ടെങ്കിൽ ഈ മൈനസ് 2xy എന്താവും? പ്ലസ് 2xy ആവും. ഇനി രണ്ടാമത്തെ ചോദ്യം, 12 ടൈംസ് ഓഫ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്നും ആ നമ്പറിൻ്റെ 12 ടൈംസ് സബ്ട്രാക്ട് ചെയ്തു. നോക്കി മക്കളെ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്ക്വയർ കംപ്ലീഷനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞുതരാം കേട്ടോ. രണ്ടെണ്ണം വന്നു അവിടെ നോക്കാം. അതായത് ഒരു സംഖ്യ നമുക്കറിയില്ല, അതിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, 12 ടൈംസ് ഓഫ് എ നമ്പർ. അപ്പോൾ ഈ നമ്പറിൻ്റെ 12 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 12x ആണ്. ഓക്കെ, ഈ സബ്ട്രാക്ടർ അത് സബ്ട്രാക്ട് ചെയ്തു. ഫ്രം എവിടുന്ന സബ്ട്രാക്ട് ചെയ്ത്? അപ്പോൾ ഫ്രം കഴിഞ്ഞുള്ള നമ്പർ അല്ല ആദ്യം വരിക അല്ലേ? ഫ്രം സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ, ആ നമ്പറിന്റെ സ്ക്വയർ എന്ന് ഗീവ്സ് 13. എക്സ് സ്ക്വയർ മൈനസ് 12x ഈക്വൽ ടു 30 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? 12 ടൈംസ് ഓഫ് എ നമ്പർ സബ്ട്രാക്ടഡ് ഫ്രം ഒരു എണ്ണൽ സംഖ്യയുടെ വർഗ്ഗത്തിൽ. മലയാളത്തിൽ പറയുമ്പോൾ പക്കയായിട്ട് തന്നെ ഒരു എണ്ണൽ സംഖ്യയുടെ വർഗ്ഗം, അപ്പോൾ എക്സ് സ്ക്വയർ. അതിൽ നിന്നും സംഖ്യയുടെ 12 മടങ്ങ് കുറച്ചു, അപ്പോൾ മൈനസ് 12x. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സബ്ട്രാക്റ്റഡ് ഫ്രം എന്ന് കഴിഞ്ഞിട്ടുള്ള നമ്പർ വേണം ആദ്യം എഴുതാനും. ഓക്കെ, എവിടെ നിന്ന് മൈനസ് ചെയ്തു? ഫ്രം എക്സ് സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ, ആ നമ്പറിന്റെ സ്ക്വയർ എന്നാണ് മൈനസ് ചെയ്ത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ 1 ആണ്. എക്സിന്റെ കൂടെയുള്ള നമ്പർ 12 ആണ്. ഓക്കെ, സ്ക്വയർ കംപ്ലീഷൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് കേട്ടോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബിയിലോട്ടൊന്നും പോകണ്ട. അപ്പോൾ എക്സിന്റെ കൂടെയുള്ള നമ്പർ 12 ആണ്. സ്ക്വയർ കംപ്ലീഷനാണ് പറയുന്നത് കേട്ടോ, വർഗ്ഗത്തികവ്. 12ന്റെ പകുതി എത്രയാ? 6. ആ 6ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക. ആ 6ന്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 പ്ലസ് 6 സ്ക്വയർ എന്ന് വരും. ഇനി ഇതിനെങ്ങനെ എഴുതാന്ന് അറിയാം? നമ്മൾ മുകളിൽ എഴുതിയ ഐഡന്റിറ്റി വെച്ചിട്ട് എഴുതാം. എക്സ് സ്ക്വയർ എന്ന് എക്സ് എടുക്കും. എങ്ങനെയാ? എക്സ് സ്ക്വയർ എന്ന് എക്സ് മൈനസ്, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് 6 സ്ക്വയർ എന്ന് 6 ഹോൾ സ്ക്വയർ. ഈ എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണിത് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 2xy, അപ്പോൾ 2 × 6 12, 12 × x 12x പ്ലസ് വൈ സ്ക്വയർ അഥവാ 6 സ്ക്വയർ. ഇനി ഈക്വൽ ടു 6ന്റെ സ്ക്വയർ എത്രയാ? 36. ഇനി 13ക്ക് 36 കൂട്ടുക, 49 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 എന്ന് കിട്ടും. എങ്കിൽ സ്ക്വയറുകൾ എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 6 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 എത്രയാണ്? 49ന്റെ റൂട്ട് എത്രയാണ്? 7 ആണ് അല്ലേ? 7 ആണ് 49. അപ്പോൾ 49ന്റെ റൂട്ട് എത്രയാണ്? 7 ആണ്. ദെൻ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസും മൈനസും വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. എക്സ് മൈനസ് 6 ഈക്വൽ ടു 7 അല്ലെങ്കിൽ എക്സ് മൈനസ് 6 ഈക്വൽ ടു മൈനസ് 7. അപ്പോൾ ഈ മൈനസ് 6 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 6 ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 7 പ്ലസ് 6 വരും, അല്ലെങ്കിൽ മൈനസ് 7 പ്ലസ് 6 വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 13 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരു സംഖ്യയുടെ 12, ഈ 13ന്റെ 12 മടങ്ങ് 13ന്റെ സ്ക്വയർ എന്ന് മൈനസ് ചെയ്താൽ 13 കിട്ടുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് മൈനസ് 1ൻ്റെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 13 ഓർ എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടും. ഈ രണ്ട് ചോദ്യങ്ങളെ നമുക്ക് 2022 ചോദിച്ചായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും ചാപ്റ്ററിൽ നിന്നാണ്. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.